പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ആർമിയുടെ കമാൻഡിംഗ് ഓഫീസറിൽ നിന്നുള്ള പുതിയൊരു റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ്. ഫയർമാൻ റിക്രൂട്ട്മെന്റ് ആണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടു മനസ്സിലാക്കാം. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. മറക്കാതെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം. ചാനൽ ആദ്യമായിട്ട് വേണം സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാൻ മറക്കണ്ട. ഇതൊരു പുരുഷന്മാർക്ക് മാത്രം അപേക്ഷിക്കാൻ കഴിയുന്ന റിക്രൂട്ട്മെന്റ് ആണ്. സ്ത്രീകൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന റിക്രൂട്ട്മെന്റ് അല്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ തീർച്ചയായും അവസാനം വരെയും പുരുഷന്മാർ 10ാം ക്ലാസ് യോഗ്യത ഉള്ളവർ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സോ ഫ്രണ്ട്സ്, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ ഫയർമാൻ റിക്രൂട്ട്മെന്റ് ആണ്. ഫയർമാൻ പോസ്റ്റിലേക്ക് 2 വേക്കൻസികളാണ് ഉള്ളത്. അതുപോലെ ഗ്രൂപ്പ് സിയിലേക്കാണ് വരുന്നത്. 5200 രൂപ മുതൽ 20200 രൂപ വരെയാണ് സാലറി പറയുന്നത്. 2 വേക്കൻസി ആണ് ഞാൻ പറഞ്ഞതുപോലെ വരുന്നത്. അടുത്തതായിട്ട് ഇതിന്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ജനറൽ കാൻഡിഡേറ്റിന് 18 മുതൽ 25 വയസ്സ് വരെ അപേക്ഷിക്കാം. SC/STക്ക് 18 മുതൽ 30 വയസ്സ് വരെ അപേക്ഷിക്കാം. OBCക്ക് 18 മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതുകൂടാതെ ഹാൻഡിക്യാപ്ഡും അതുപോലെ തന്നെ സ്പോർട്സ്മാൻസ് ഒക്കെ ആയിട്ടുള്ളവർക്ക് അതിൻ്റെതായിട്ടുള്ള റിലാക്സേഷൻസ് പറയുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിന്റെ ഫിസിക്കലിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ മെഷർമെന്റ്സ് 165 സെന്റിമീറ്റർ മിനിമം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ചെസ്റ്റ് നോർമലി 81.5 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 85 സെന്റിമീറ്റർ വരെ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മിനിമം വെയിറ്റ് 50 കിലോ പറഞ്ഞിട്ടുണ്ട്. എൻഡുറൻസ് ടെസ്റ്റ് ഉണ്ട്. ഫയർമാൻ ലിഫ്റ്റ് ആണ് 65 കിലോ ഉള്ളത്. 96 സെക്കൻഡിൽ 183 മീറ്റർ കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളതാണ് ടാസ്ക്. അതുപോലെ തന്നെ 2.7 മീറ്റർ വൈഡ് ഡിച്ച്, അതായത് ലോങ് ജമ്പ് ഉണ്ട്. പിന്നെ വെർട്ടിക്കൽ റോപ്പ് ക്ലൈംബിങ്ങും ഉണ്ട്. ഓക്കെ, സോ ഇത്രയാണ് ഫിസിക്കൽ മെഷർമെന്റും എൻട്രൻസ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. അടുത്തായിട്ട് ഇതൊരു ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ ആണ്. ഇതിന്റെ അഡ്വർടൈസ്മെന്റ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ 17 ഏപ്രിൽ 2021 ആണ്. അപ്പോൾ തന്നെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് മെയ് 8 വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസരം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അഡ്വർടൈസ്മെന്റിന്റെ കൂടെ തന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ ഫോം വരുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കോപ്പി എടുത്ത്, അതായത് പ്രിന്റ് ഔട്ട് എടുത്ത് നിങ്ങൾക്ക് ഇതിൽ കാര്യങ്ങൾ രേഖപ്പെടുത്തി അയക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തും എടുക്കാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഒന്ന് ശ്രദ്ധിക്കുക. ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ട വീഡിയോ വേണമെങ്കിൽ തീർച്ചയായും താഴെ കമന്റിലൂടെ അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തതായിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ ഇതിന്റെ കൂടെ വെക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇവിടെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണെന്ന് നോക്കുകയാണെങ്കിൽ എല്ലാം സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള കോപ്പീസ് ആണ്. സ്വയം നിങ്ങൾ അറ്റസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 10ാം ക്ലാസ്സിന്റെ കോപ്പി വേണം. അതുപോലെ തന്നെ മാർക്ക് ഷീറ്റ് വേണം. ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, അതിന്റെ കോപ്പിയാണ് വേണ്ടത്. ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ID പ്രൂഫ്, ഇതിന്റെ എല്ലാം കോപ്പീസ് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷന് കൂടെ അറ്റാച്ച് ചെയ്യണം. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെൽഫ് അഡ്രസ്ഡ് എൻവലപ്പ് എന്നുള്ളത്. അതായത് നിങ്ങൾ അയക്കുന്ന പോസ്റ്റ് കവർ കൂടാതെ ഉള്ളിൽ നിങ്ങളൊരു പോസ്റ്റ് കവർ എൻവലപ്പ് വയ്ക്കണം. അതിൽ 24 രൂപയുടെ സ്റ്റാമ്പ്, പോസ്റ്റൽ സ്റ്റാമ്പ് ഫിക്സ് ചെയ്തിട്ടുള്ളതായിരിക്കണം. ആ എൻവലപ്പില് നിങ്ങളുടെ സെൽഫ് അഡ്രസ് എഴുതിയിരിക്കണം. അതായത് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അയക്കുന്ന എൻവലപ്പ് കൂടാതെ ഉള്ളിൽ 24 രൂപയുടെ പോസ്റ്റ് സ്റ്റാമ്പ് ഒട്ടിച്ച ഒരു എൻവലപ്പും കൂടെ വയ്ക്കണം. അതിൽ സെൽഫ് അഡ്രസ്, അതായത് 2 എന്ന് കൊടുത്തിട്ട് നിങ്ങളുടെ അഡ്രസ്സും മൊബൈൽ നമ്പറും കൊടുക്കുക. അത് ഒരിക്കലും നിങ്ങളുടെ ഈ ഒരു പുറമേ ഉള്ള എൻവലപ്പിലല്ല വയ്ക്കേണ്ടത്, ഉള്ളിൽ ഒരു സ്പെഷ്യൽ ആയിട്ട് വയ്ക്കണം. ഓക്കെ, അതല്ലാതെ നിങ്ങൾ അയച്ചു കൊടുക്കേണ്ട അഡ്രസ് ആണ്, അതായത് നോർമലി നിങ്ങളുടെ ഇപ്പം അപേക്ഷ സമർപ്പിക്കേണ്ട അഡ്രസ് ആണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ അയക്കേണ്ടതായിട്ട് വരിക. അതുപോലെ തന്നെ വലിയ അക്ഷരത്തിൽ തന്നെ, അതായത് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമും അതുപോലെ തന്നെ ഈ കുറെ കോപ്പീസ് ഡോക്യുമെന്റ്സിന്റെ കോപ്പീസും എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് അതിന്റെ കൂടെ തന്നെ ഒരു സ്പെഷ്യൽ എൻവലപ്പ്, സെൽഫ് അഡ്രസ്ഡ് ആയിട്ടുള്ള എൻവലപ്പും കൂടെ ഉള്ളിൽ വച്ചിട്ട് അയച്ചു കൊടുക്കേണ്ട അഡ്രസ് ആണ് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത്. അതിന്റെ ഏറ്റവും വെളിയിലായിട്ട് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഫയർമാൻ എന്നുള്ള കാര്യം വളരെ വലിയ അക്ഷരത്തിൽ തന്നെ എഴുതി വയ്ക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ട ഒരു വീഡിയോ ആണെങ്കിൽ തീർച്ചയായും താഴെ കമന്റിലൂടെ അറിയിക്കുക. സോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.